അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ കേരളത്തിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് ജനങ്ങൾ മടങ്ങി വരുന്ന ഈ സാഹചര്യത്തിൽ പഴയ കാലത്ത് എങ്ങനെയായിരിക്കും മലയാളികൾ ഹജ്ജിന് പോയിട്ടുണ്ടാവുക എന്നുള്ളത് വലിയൊരു കൗതുകം തന്നെയാണ്. ഒരു 500-1000 വർഷം മുമ്പേ കേരളത്തിൽ നിന്നും ആളുകൾ ഹജ്ജിന് പോയിരുന്നു. കപ്പൽ മാർഗമായിക്കൊണ്ടോ പല മാർഗങ്ങളായിക്കൊണ്ടോ അവിടെ എത്തി അവിടെ നിന്ന് മടങ്ങി വന്നിരുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ പോലെയല്ല, വിമാനങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത ആ ഒരു കാലം. അവർ ഇവിടുന്ന് പോകുന്ന മുമ്പ് തിരിച്ചു വരുമെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ അടിയന്തരങ്ങളോ കഴിച്ച് ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന ഒരു ചിന്തയിലാണ് പോകാറുള്ളത്. ഇന്ന് ഒരുപക്ഷെ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ആത്മഹത്യാപരമായിരുന്നില്ലേ എന്നൊക്കെ തോന്നും. ഇതൊരു മതത്തിന് പേരിൽ നടക്കുന്ന ഒരു കർമ്മമായിട്ട് ആരും അക്കാലത്തും ഇക്കാലത്തും അതിനെ കുറ്റപ്പെടുത്താറില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും അങ്ങനെ ഹജ്ജിന് പോകുന്ന ആളുകൾ അവർ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട്, എന്ന് വെച്ചാൽ ഇവിടുന്ന് ആരംഭിക്കുന്ന യാത്ര എപ്പോഴാണ് അവസാനിക്കുക എന്നറിയില്ല. അപ്പോൾ യാത്രയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള ചിലവുകളോ ആഹാര പദാർത്ഥങ്ങളോ വസ്ത്രങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും പാക്ക് ചെയ്തല്ല പോകുന്നത്. പോയി കഴിഞ്ഞാൽ എവിടെ എത്തി, എവിടെ താമസിച്ചു, ഹജ്ജ് കർമ്മങ്ങൾ ചെയ്തു, അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് ഇപ്പോൾ കൃത്യമായി നമ്മൾ ഫോട്ടോവും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ അങ്ങനെ കാണാൻ ഒരു സൗകര്യമില്ലാത്ത ആ കാലത്ത് നമ്മളെ കേരളത്തിലെ ജനങ്ങളും ഹജ്ജിന് പോയിരുന്നു. അതിനെപ്പറ്റി ഓർക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു അത്ഭുതമായി നമുക്ക് തോന്നും. വല്ലാത്തൊരു സാഹസിക യാത്രയെ ഒരുപക്ഷെ തോന്നിയേക്കാം. എന്നാൽ ഈ സാഹസിക യാത്ര എന്നൊക്കെ ചെയ്യുന്നത് വലിയ ആരോഗ്യമുള്ളവരാണെങ്കിലും ഒരുപാട് പ്രായമുള്ളവരും ഒക്കെയാണ്. അപ്പോൾ ആ പ്രായത്തെ ഒന്നും വകവെക്കാതെ, മരണത്തെ പോലും പരിഗണിക്കാതെ അവർ യാത്ര ചെയ്തപ്പോൾ അവരുടെ മനസ്സിൽ അവരെന്തൊരു ലക്ഷ്യത്തിലായിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുന്ന ചോദ്യം, ഒരു ആത്മനിർവൃതി തന്നെയാണ് ലക്ഷ്യം. അതെ, ഒരു ആത്മീയ സുഖം അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവരൊന്നിനെയും ഭയപ്പെടുന്നില്ല. അങ്ങനെ ഒന്നിനെയും ഭയപ്പെടാതെ പരിപൂർണമായി പടച്ചവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിച്ചു, യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിറകിൽ രഹസ്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് നമ്മുടെ ജനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കൂ. ചെറിയ കുട്ടിയാകുമ്പോഴേ ഭാവിയിൽ എന്താകണമെന്ന ആഗ്രഹങ്ങളും, അങ്ങനെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല ആഗ്രഹങ്ങളും, അങ്ങനെ ഒട്ടേറെ സാഹചര്യങ്ങൾ, ഈ കാലത്തിൽ ഒട്ടേറെ സാഹചര്യങ്ങൾ, ഒട്ടേറെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അങ്ങനെ മനസ്സിൽ പേറി അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹ ജീവിയായിക്കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എല്ലാ ആഗ്രഹങ്ങളും ഒരുപക്ഷെ 1-2 ആയുസ്സിൽ പോലും തീർക്കാൻ കഴിയാത്ത അത്രയും ആഗ്രഹങ്ങൾ കൊണ്ട് മനുഷ്യൻ ജീവിക്കുമ്പോൾ അക്കാലത്ത് ഹജ്ജിന് പോയ ആളുകൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ മുഴുവൻ ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ച് ത്യജിച്ചുകൊണ്ട് അവർ ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോകുന്ന യാത്രയിൽ എങ്ങനെയോ ഇവിടുന്ന് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ പല സ്ഥലത്ത് താമസിച്ചു. ആഹാരം കഴിക്കാത്ത ദിവസങ്ങളുണ്ടാവാം. കൃത്യമായി കിടന്നുറങ്ങാൻ സ്ഥലം കിട്ടിയ അവസ്ഥ, കിട്ടാത്ത അവസ്ഥകളുണ്ടാവാം. അങ്ങനെ നടന്നും അല്ലെങ്കിൽ പല രൂപത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടാവാം. കയ്യിലുള്ള പണം തീരുന്ന മുറയ്ക്ക് എവിടെയെങ്കിലും ജോലി ചെയ്ത് പണം സമ്പാദിച്ചിട്ടുണ്ടാവാം. ഇടയ്ക്ക് കച്ചവടം ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെ പലതും പലതരത്തിലുള്ള യാത്രാ സംഘങ്ങളുമായി ഇടപഴകി ജീവിച്ചിട്ടുണ്ടാവാം. പല പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടായിരിക്കും പലപ്പോഴും മക്കത്തൊക്കെ എത്തുന്നുണ്ടാവാം. ഇനി മക്കത്തെത്തിയാൽ പോലും ചിലപ്പോൾ ഹജ്ജ് കഴിഞ്ഞ ഘട്ടത്തിലൊക്കെ എത്തിയ ആളുകളുണ്ടാകും. അപ്പോൾ വീണ്ടും ഒരു കൊല്ലം അവിടെ നിൽക്കണം. അപ്പോൾ വീണ്ടും ഒരു കൊല്ലം അവിടെ നിൽക്കാനുള്ള പണമോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അത് വീണ്ടും അവിടെ ജോലി ചെയ്ത് പണം സമ്പാദിച്ച് അവിടെ താമസിച്ച് അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു ഹജ്ജ് പൂർത്തിയാക്കി ആ ഹജ്ജിൻ്റെ ഒരു ആത്മനിർവൃതി, ഇത്രയും ത്യാഗം സഹിച്ചു ചെയ്യുന്ന ഹജ്ജിൻ്റെ ആത്മനിർവൃതി ഇന്നുള്ള യാത്രക്കൊണ്ടും ചിന്തിച്ചു നോക്കും. ഏതായാലും ഇന്ന് മനുഷ്യരും ആ മനുഷ്യർ നമ്മുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും തിങ്ങി നിറഞ്ഞ മനസ്സുമായി ജീവിക്കുന്നില്ല. എന്തൊരു വിഭവമാണ് അവർക്കുള്ളത്, ആ വിഭവത്തിൽ സംതൃപ്തരാണ്. അവർക്ക് മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. അവർ വളരെ പ്രതീക്ഷയോടുകൂടി പടച്ചവന് നേരെ കൈയുയർത്തിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയും അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് എന്നത് തന്നെയാണ് അവരുടെ പ്രത്യേകത. ഏതായാലും ഹജ്ജ് ഒരു വലിയ പാഠമാണ്. ഹജ്ജ് വലിയൊരു സന്ദേശമാണ്. അക്കാലത്തെ ഹജ്ജും ഇക്കാലത്തെ ഹജ്ജും താരതമ്യം ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാലും വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം, നാം ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. തെറ്റായ വഴികളിലൂടെ പോലും സ്വന്തം ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പലപ്പോഴും അവരുടെ ജീവിതം എത്തരത്തിലാണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും ഞാൻ ഈ ഹജ്ജിൻ്റെ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ,
നിർഭയരായി ജീവിക്കാൻ ഒരു അറിവ് ആവശ്യമുണ്ട്. ആ അറിവന്ന് അവർക്കുണ്ടായിരുന്നു. ഇന്ന് ആ അറിവ് നമ്മൾ കൈമോശം പോയിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട്. ഏതായാലും നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്ന ഒട്ടേറെ ആളുകളുണ്ട്, അവരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ നാം ചിന്തിക്കേണ്ടത്, അങ്ങനെ ഒരു മാനസികാവസ്ഥ, എൻ്റെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് മറ്റൊരു പ്രതീക്ഷയുമില്ലാതെ പരിപൂർണമായി പടച്ചവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഒരു യാത്ര, ഒരു ജീവിതം സാധിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും തീർച്ചയായും ഏറ്റവും ആത്മനിർവൃതിയുള്ള ഒരു യാത്ര. ജീവിത വിജയത്തിൻ്റെ യഥാർത്ഥ രഹസ്യം അതായിരിക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒന്നിനെയും ഭയപ്പെടാതെ അവനെ മാത്രം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു മഹത്തരമായ ജീവിതമായിരിക്കും. പക്ഷേ ഇന്ന് പല ആളുകളും സ്വന്തം ആഗ്രഹങ്ങളും മോഹങ്ങളും അഭിലാഷങ്ങളും അത് നടക്കാൻ വേണ്ടി കഠിനമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു, കഠിനമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു, ഒട്ടേറെ സമ്പാദിക്കുന്നു, ഒട്ടേറെ ഈ പ്രകൃതിയിൽ നിന്നും ഈ ഭൂമിയിൽ നേടിയെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഭൂമിയിൽ വന്നത് വെറും കൈയോടെയാണെങ്കിൽ മടങ്ങിപ്പോകാനുള്ളതും വെറും കൈയോടെയാണെന്ന് അറിയാതെ, ചിന്തിക്കാതെ എന്തൊക്കെയോ സംഘടിപ്പിച്ച് സമാഹരിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. പൊടുന്നൊരു ദിവസമായിരിക്കും അതെ മരണം നമ്മളെ പിടികൂടുന്നത്. ആ ദിവസമാകുന്നത് വരെ അങ്ങനെ ജീവിച്ച് ജീവിതത്തിൽ സമ്പാദിച്ച് ഒന്നും കൊണ്ടുപോകാൻ കഴിയാതെ വെറും കൈയോടെ മടങ്ങുന്ന ഒരു മടക്കയാത്ര നമുക്കുണ്ടെന്നുള്ള ശരിയായ ചിന്തയാണ് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും നല്ല ജീവിതം നയിക്കാൻ നമുക്ക് ആവശ്യമുള്ളത്. ഈ രീതിയിൽ ചിന്തയെ ക്രമീകരിക്കാൻ, ഈ രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ചിന്തിക്കുക. സമാധാനവും സംതൃപ്തിയുള്ള ജീവിതം തീർച്ചയായും പടച്ചവനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ പൊരുത്തം നേടുന്ന ചിന്തയിൽ ജീവിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും അവൻ്റെ പൊരുത്തം കൈവിട്ടു പോകുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും.